ഒരു ആങ്കറിൻ്റെ വോയിസ്, ടോണ്, ഇതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ആ വാർത്ത കാണുക പോലും ചെയ്യുന്നത്. ഈ മറ്റേ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ നടന്നപ്പോൾ ഒരു ആങ്കർ പറയുമായിരുന്നു, ശബ്ദത്തെക്കാൾ വേഗത്തിൽ ഷൂ എന്ന് പറഞ്ഞ് മിസൈൽ പോയെന്നൊക്കെ. പറഞ്ഞത് സയൻറ്റിഫിക്കലി തെറ്റും, അത് പറഞ്ഞത് എന്ത് വലിയ കോൺഫിഡൻസിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ളതും ആ ടോണിലാണ് നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത്. ഷൂ എന്നാണ് പറഞ്ഞ് പ്രേക്ഷകരെ ഇതങ്ങ് പോയെന്ന്, ശബ്ദത്തെക്കാളും വേഗത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ടോണ് വരും. പിന്നെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ന്യൂസ് ആങ്കർമാരും ഒപ്പീനിയനേറ്റഡാണ്. എല്ലാ ന്യൂസ് ആങ്കർമാരും ഒപ്പീനിയനേറ്റഡാണ്. അവരുടെ പൊളിറ്റിക്കൽ, അവരുടെ സ്ഥാപനത്തിൻ്റെ ഐഡിയോളജി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒപ്പീനിയൻ, ആ അഭിപ്രായം വെച്ചിട്ട് മാത്രമേ അവരെല്ലാ വാർത്തയും കാണത്തുള്ളൂ. ചിലർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണ്, മറ്റു ചിലർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനല്ല. എന്നെ സംബന്ധിച്ച് വാർത്തയല്ല. ചിലർക്ക് കഴിഞ്ഞ 3 മാസമായിട്ട്, കഴിഞ്ഞ 3-4 മാസമായിട്ട് കേരളത്തിലെ വാർത്തയെന്ന് പറയുന്നത് ശബരിമല കൊള്ളയാണ്. എന്നെ സംബന്ധിച്ചത് വാർത്തയല്ല. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു റിപ്പോർട്ടറും കേരളത്തിൽ ഒരു സ്റ്റോറിയും ചെയ്യുന്നില്ല. കോടതിയിൽ എന്തെങ്കിലും ഒരു ഉത്തരവ് വരും, പോലീസ് എന്തെങ്കിലും അന്വേഷിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ എന്തെങ്കിലും അഭിപ്രായം പറയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരുത്തം പെണ്ണ് പിടിക്കാൻ പോകും. ഇത് മാത്രം പുറത്ത് ഇവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ TV ചാനലിലും പത്രങ്ങളിലും വാർത്തയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തിരുവനന്തപുരത്ത് നെടുമങ്ങാടിനപ്പുറത്ത് പാലോടിൻ്റെ അവിടെ വെള്ളം കിട്ടാത്തത് കൊണ്ട് സ്ത്രീകൾ 8 മണിക്കൂർ പണിയെടുക്കുന്ന സ്ത്രീകൾ, അതായത് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ 3 മണിക്കൂർ വെള്ളം എടുക്കാൻ ചിലവഴിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്കിപ്പോൾ 4 മണിക്കൂർ ചിലവഴിക്കണം ഒരു കുടം വെള്ളം കിട്ടാൻ. ഇത് ഞാൻ പറയുന്നതാണ്, ഞാൻ കണ്ടതാണ്, ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ഏതെങ്കിലും ചാനൽ നമ്മളോട് പറഞ്ഞോ? വെള്ളം കിട്ടുന്നില്ലെന്ന്. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളം എടുക്കാൻ എക്സ്ട്രാ 1 മണിക്കൂർ അവരുടെ ജീവിതത്തിൽ ചിലവഴിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കുട്ടികളെ നോക്കാൻ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കാൻ, നമ്മുടെ കുടുംബം നോക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ബിഗ്ഗർ പിക്ചർ എന്ന് പറയുന്നത്. വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റോറിയാണ്. ഒരു സ്റ്റോറി കേരളത്തിലെ ഏതെങ്കിലും ചാനൽ ജലദൗർലഭ്യത്തിനെ കുറിച്ച് കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? അവർക്ക് SIT രാവിലെ കോടതി കൊണ്ടേ കൊടുക്കും, വൈകിട്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു വിധി വരും, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിട്ട് ആരെങ്കിലും ഒരാളെ ജാമ്യത്തിൽ വിടും. ഇത് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും പറയും, അതും ഇല്ലെങ്കിൽ സുകുമാരൻ നായരൻ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് എന്തെങ്കിലും പറയും. ഇതിനെ വെച്ച് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തുകൊണ്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈം ന്യൂസിന് എടുത്തിട്ട് അതിനെ ഇമോഷൻ കയറ്റി അതിൻ്റെ അകത്ത് പുറകിൽ BGM ഇട്ട്, ഇന്നാൾ ആ സ്കൂളിൽ കെട്ടിടം വീണിട്ട് അവരെ കൊച്ചു മരിച്ചതിൻ്റെ വീട്ടിൽ പോയിട്ട് ക്യാമറ എടുത്ത് ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് BGM ഇട്ടിട്ടാണ് ആ വാർത്ത കാണിച്ചത്. BGM ഇട്ടിട്ട് കൊച്ചു മരിച്ചതിൻ്റെ. അതിൻ്റെ അകത്തെ വാർത്ത എന്ന് പറയുന്നത് സ്കൂളിൻ്റെ വീഴ്ച എക്സ്പോസ് ചെയ്യുക. എത്ര സ്കൂളുകൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ജനങ്ങളോട് പറയുക. ആരുടെ വീഴ്ചയാണെന്ന് അതൊന്നും ചൂണ്ടിക്കാണിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. നമ്മൾ BGM ഇട്ട് ഇതിങ്ങനെ റേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ബൈനറി ഫ്രെയിമിങ്, അതിപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നെങ്കിൽ യു ബി വിത്ത് പിണറായി, അല്ലെങ്കിൽ യു ആർ ആൻറ്റി പിണറായി. ഒന്നെങ്കിൽ നീ പത്രപ്രവർത്തനമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാപ്രയാണ്. മാപ്രയുടെ അർത്ഥം എല്ലാവർക്കും അറിയാലോ അല്ലേ? ചതുര വടിവ് ഭാഷയിൽ സംസാരിക്കുന്ന M. സ്വരാജാണ് ഈ വാക്ക് കൊണ്ടുവന്നത്. അതിനെന്താ കുഴപ്പമെന്നാണ് പുള്ളി ചോദിച്ചത്. മാധ്യമ പ്രവർത്തകരുടെ ചുരുക്കവാക്കെന്നാണ് പറഞ്ഞത്. പക്ഷെ മാപ്രയെന്ന് വിളിക്കുമ്പോൾ അതൊരു അസഭ്യത്തിൻ്റെ തോണിലാണ് വിളിക്കുന്നത്. എന്നും കേൾക്കുന്ന ഞാനിത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ബൈനറി ഉണ്ടാക്കി വെക്കുക. ഒന്നെങ്കിൽ മോഡി ആൻറ്റി മോഡി, പിണറായി ആൻറ്റി പിണറായി, ഈ ബൈനറി ഉണ്ടാക്കി വെക്കുക.